ഈ കല്ലുവെച്ച നുണ സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള അസാധാരണ സിദ്ധി നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ടെന്ന് നേരത്തെ പറയുകയുണ്ടായി. പക്ഷേ എല്ലാവരും പഠിച്ച് പറയുന്ന ആൾ എന്ന് സ്വയം പറയുകയും എല്ലാവരാലും പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഭരണഘടനാപരമായി തന്നെയുണ്ട്. നേരത്തെ ഇരുന്ന കസേരയ്ക്കകത്തല്ല അദ്ദേഹം ഇരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചേർന്ന പ്രതികരണമായിരുന്നില്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയത്. അദ്ദേഹം നിങ്ങളെ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായി. ദേശാഭിമാനി 5-ാം തീയതി വാർത്ത വിട്ടു, നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എവിടെ നിന്നാണ് ദേശാഭിമാനിയുടെ സോഴ്സ്? ദേശാഭിമാനിയുടെ സോഴ്സ് ഗവൺമെൻറ്റാണ്. അപ്പോൾ 5-ാം തീയതി ജൂൺ 5-ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് അപ്പോൾ മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രമേ വായിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് അതിന് മുൻപ് ജൂൺ 3-ന് വന്ന മാതൃഭൂമി പത്രമാണ്. ജൂൺ 3-ാം തീയതി വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ, ഈ വാർത്ത ജൂൺ 3-ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുൻപ് അതിൻ്റെയും സോഴ്സ് അപ്പോൾ ഗവൺമെൻറ്റാണോ അതിൻ്റെ സോഴ്സ്? അന്നത്തെ ഗവൺമെൻറ്. അതിന് മുൻപ് ജൂൺ 1-ന് തന്നെ ET എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ജൂൺ 1-ന് തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് എന്തോ ചെയ്തു വെച്ചു, അത് ദേശാഭിമാനിയിൽ മാത്രം വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും നിങ്ങളുടെ വെല്ലുവിളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയുണ്ടായല്ലോ, മറ്റാർക്കും കിട്ടിയില്ലല്ലോ. അപ്പോൾ നിങ്ങളാരും സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നോക്കുന്നത് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാ പത്രങ്ങളിലും നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? 2, ഓഹരി കൈമാറ്റത്തിലുള്ള വ്യവസ്ഥകൾ കൺസെഷൻ കരാറിനകത്തുണ്ടല്ലോ, കരാറിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഓഹരി കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചല്ലല്ലോ തർക്കം. ഓഹരി കൈമാറ്റത്തിൻ്റെ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് പ്രയർ പെർമിഷൻ എന്നാണ് 5(3) പറയുന്നത്. പ്രയർ പെർമിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിക്കുന്ന ആളാണല്ലോ, മുൻകൂട്ടി അനുമതി വേണം എന്നാണ് അതിൻ്റെ ലളിതമായ മലയാളം. അപ്പോൾ മുൻകൂട്ടി അനുമതി ഉണ്ടോ? അപ്പോൾ അദ്ദേഹം അവർ കൊടുക്കാൻ ആലോചിക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളെ വരുന്നുള്ളൂ. എന്നാൽ ഇത് പറയുന്നത് ദ ഡേറ്റ് ഓൺ വിച്ച് ദ എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഹാസ് ബീൻ എൻറ്റേഡ് ഇൻ ടു ജൂൺ 29, 2026. ഇത് അദാനി സെബിക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ജൂൺ 29, 2026 ഡേറ്റ് ഓൺ വിച്ച് ദ എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഹാസ് ബീൻ എൻറ്റേഡ് ഇൻ ടു. അപ്പോൾ 29-ന് ഒപ്പുവെച്ചു എഗ്രിമെൻറ്റിൽ, 30-നാണ് ഇത് സെബിക്ക് കൊടുക്കുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ട് നിയമാനുസൃതമായിട്ട് അനുമതി വേണമെന്ന് ഇവർ സൂചിപ്പിക്കേണ്ടി വരും. പക്ഷേ പ്രയർ പെർമിഷൻ ഉണ്ടോ? ഇത് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രയർ പെർമിഷനിൽ വരാത്തതാണ് പ്രശ്നം. അല്ലാതെ കരാർ ഇവർക്ക് കൊടുക്കാതിരിക്കാൻ വ്യവസ്ഥയുണ്ടോ? കരാർ കൈമാറ്റം ചെയ്യാതിരിക്കാൻ പാടോ? ഇതെല്ലാം നിലവിൽ കേരളത്തിനകത്തുള്ള കരാറിൽ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് UDF കാലത്തുണ്ടാക്കിയ കരാറുള്ള വ്യവസ്ഥ തന്നെയാണ്. ഇവർക്ക് പുതുതായി അപ്പോൾ ആ ചർച്ചകൾ നടന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ജൂൺ മാസത്തിൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു MSCയുടെ അവർ വിഴിഞ്ഞം കോൺക്ലേവിൽ വന്നിരുന്നു. വിഴിഞ്ഞം കോൺക്ലേവ് വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നടത്തിയതാണ്. ലോജിസ്റ്റിക് പാർക്ക്, മറ്റു കാര്യങ്ങളെല്ലാം വേണം. ഇനി അദാനി ഗ്രൂപ്പിന് 25% മുകളിൽ ഓഹരി കൈമാറ്റം ചെയ്യുന്നതിന് കൺസെഷൻ നിലവിലുള്ള കരാറിനകത്ത് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രയർ പെർമിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അറിയിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളതിൽ. അറിയിക്കാതെ നിങ്ങൾ ഈ കരാറിൽ ഏർപ്പെട്ടതിൽ അസംതൃപ്തി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മറുപടി പറയേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ MD വന്നത് 28-ാം തീയതി അല്ലേ? MD അല്ലല്ലോ, 18-ാം തീയതി, മെയ് 18 ഗവൺമെൻറ് വന്നു പുതുതായിട്ട്. മെയ് 4-ന് റിസൾട്ട് വന്നു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് ദുരൂഹത ആരോപിക്കപ്പെട്ടത്. അത് സംബന്ധിച്ച് ഇപ്പോഴും അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പൂർണ്ണമായിട്ടും വസ്തുതാവിരുദ്ധമാണെന്ന് ഏതൊരാൾക്കും ഇൻ്റർനെറ്റ് തപ്പിയാൽ 5 മിനിറ്റ് കൊണ്ട് വരെ കിട്ടാവുന്നൊരു കാര്യം മുഖ്യമന്ത്രി കസേര എന്ന ഭരണഘടനാ പദവിക്കകത്തിരുന്ന് ആധികാരികമെന്ന മട്ടിൽ ഇതുപോലെ വെല്ലുവിളിച്ച് ഒരു മുഖ്യമന്ത്രി പറയാമോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകണം. പ്രതിപക്ഷ നേതാവിൻ്റെ ശരീരഭാഷയും വെല്ലുവിളികളും അല്ല വേണ്ടത്, മുഖ്യമന്ത്രിയാകണം. ഇതിനാണ് മറുപടി പറയേണ്ടത്. എങ്ങനെ പ്രയർ പെർമിഷൻ ഉണ്ടോ? കാരണം എഗ്രിമെൻറ്റിലേക്ക് ഒപ്പിട്ടു എന്നവർ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ ഈ വ്യവസ്ഥകൾ എന്തെല്ലാം കൊണ്ടുവരും? അല്ലാതെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് തർക്കമില്ല, അത് നിയമപരമായിട്ട് കരാറിനകത്തുണ്ട്. ആ കരാർ ഏർപ്പെടുമ്പോൾ പ്രയർ പെർമിഷൻ എന്തിനാ ക്ലോസ് വെച്ചിരിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. അപ്പം അത് സംരക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അദ്ദേഹം വസ്തുതയെ നേരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പൂർണ്ണമായും പ്രസക്തമല്ലാത്ത ഏതെങ്കിലും കാര്യം ഉന്നയിക്കുക എന്ന താർക്കിക ബുദ്ധി വളരെ ശക്തമായി പ്രയോഗിക്കാൻ
പ്രയോഗിക്കുന്ന ഒരു രീതിശാസ്ത്രം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. പ്രതിപക്ഷ മേധാവാകുമ്പോൾ കൊണ്ടതൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അന്ന് പറഞ്ഞൊന്നും വസ്തുതയ്ക്ക് നിൽക്കാത്തതാണ്, ഇപ്പോൾ അതും ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ല എന്ന് അവരുടെ മന്ത്രിമാർ ഒറ്റയ്ക്ക് ഒന്നിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ആകണ്ടേ?